ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ 26-ന് വിധി പറയും. സ്വർണ്ണക്കൊള്ളയിലെ 2 കേസുകളിലും പ്രതിയാണ് മുരാരി ബാബു. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചത്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നും മനോജ് ചേരുന്നുണ്ട്. മനോജ്, എന്താണ് കോടതി ഈ വിഷയത്തിൽ എടുത്ത നിലപാട്? മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം കോടതി പരിഗണിച്ചിരുന്നു. ഇന്ന് മുഴുവനായി വാദം കേൾക്കും എന്നുള്ളതാണ് അറിയിച്ചിരുന്നത്. ഇന്ന് വാദം പൂർത്തിയായിട്ടുണ്ട്. 26-ാം തീയതി വിധി പറയാനായി മാറ്റിയിട്ടുണ്ട്. ഏതായാലും മുരാരി ബാബുവിന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലൊരു സംഭവത്തിൽ, അതായത് ഈ ഇരു കേസുകളിൽ പ്രതിയായ മുരാരി ബാബുവിന്റെ വാദം താനൊന്നും ചെയ്തിട്ടില്ല, താൻ ഉദ്യോഗസ്ഥനാകുന്നതിന് മുമ്പ് തന്നെ അവിടെ മറ്റ് ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്, അതിന്റെ അറിഞ്ഞുകൊണ്ട് അതിന്റെ ഭാഗമായിട്ടില്ല എന്നുള്ളതൊക്കെയാണ് മുരാരി ബാബുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വാദം. എന്നാൽ ഈ പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം ഉന്നയിച്ച വാദം മുരാരി ബാബുവിന് ഇതിൽ പങ്കുണ്ട്, അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കരുത് എന്നുള്ള കാര്യം തന്നെയായിരുന്നു വാദം ഉയർത്തിയത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഇരു കേസുകളിലും, അതായത് മഹസർ ഒപ്പിട്ടു എന്ന് കൃത്യമായി SIGയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിനു പിന്നാലെ തന്നെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അതായത് ഈ മഹസറിൽ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് മുരാരി ബാബുവിന്റെ ഇങ്ങോട്ട് കൂടിയായിരുന്നു എന്നുള്ളതാണ് കണ്ടെത്തൽ. അതിന് പിന്നാലെ തന്നെയാണ് മുരാരി ബാബുവിന്റെ അറസ്റ്റും രേഖപ്പെടുത്തി പിന്നീട് മറ്റ് നടപടികളിലേക്ക് പോയിട്ടുള്ളത്. എന്തായാലും മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ നേരത്തെ തന്നെ റാന്നി കോടതിയിലടക്കം എത്തിയിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ഇപ്പോഴാണ് കൊല്ലം വിജിലൻസ് കോടതി ഈ കാര്യം പരിഗണിച്ചിട്ടുള്ളത്. റാന്നി കോടതിയിൽ നിന്നും മുഴുവൻ രേഖകളും കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് മാറ്റിയിരുന്നു. കഴിഞ്ഞ ദിവസം മുരാരി ബാബുവിനെ ഓൺലൈൻ വഴിയാണ് ഇത്തരത്തിൽ ഈ ജാമ്യാപേക്ഷ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ വഴി മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നും അതിന്റെ തുടർ നടപടികൾ ഉണ്ടായിരുന്നു. ഏതായാലും എൻ വാസുവിന്റെ കസ്റ്റഡി അപേക്ഷ കൂടെ കോടതി പരിഗണിച്ചു. ഇന്ന് എൻ വാസുവിനെ ഒരു ദിവസത്തേക്ക്, അതായത് വൈകുന്നേരത്തേക്ക് വരെ SIG കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് തന്നെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായിട്ടുള്ളത്. എന്തായാലും മുരാരി ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ഇരു കേസുകളിലും പ്രതിയാകുമ്പോൾ അതിൽ എത്തരത്തിലൊക്കെയാണ് ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് എന്നത് അന്വേഷണ സംഘം കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റു നടപടികളിലേക്ക് അന്വേഷണം കടന്നിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ, അതായത് 26-ാം തീയതിയാണ് ഈ ജാമ്യാപേക്ഷയിൽ വിധി പറയുക. മുരാരി ബാബുവിന് ജാമ്യം കിട്ടുമോ എന്നുള്ളത് തന്നെയാണ് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. ഓക്കെ.